സൂര്യനെല്ലി പീഡനവുമായി ബന്ധപ്പെട്ട് പി.ജെ. കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അപ്രതീക്ഷിതമായി സംഘടിപ്പിച്ച പ്രകടനം സുരക്ഷാ മേഖല കടന്ന് നിയമസഭാ കവാടം വരെ എത്തിയപ്പോൾ മാത്രമാണ് പോലീസിന് തടയാനായത്. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ ബലപ്രയോഗം നടന്നു. പ്രവർത്തകരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതോടെ സഭയ്ക്ക് മുന്നിൽ സംഘർഷം മൂർച്ഛിച്ചു. ഇതിനിടെ ഐഷ പോറ്റി അടക്കമുള്ള വനിതാ എംഎൽഎമാരും പി.കെ. ശ്രീമതി, ടി.എൻ. സീമ ഉൾപ്പെടെയുള്ള നേതാക്കളും സഭയ്ക്ക് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ എ.ആർ. ക്യാമ്പിലെത്തി അറസ്റ്റിലായ പ്രവർത്തകരെ സന്ദർശിച്ചു. പിന്നീട് പ്രവർത്തകരെ വിട്ടയച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്കും മാറ്റി. എന്നാൽ ഇ.എസ്. ബിജിമോളുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകരും എസ്.എഫ്.ഐ. പ്രവർത്തകരും PMG ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയതോടെ വീണ്ടും സംഘർഷം ആരംഭിച്ചു. പോലീസുമായുള്ള മൽപ്പിടുത്തത്തിൽ ബിജിമോൾ എംഎൽഎയ്ക്ക് സാരമായ പരിക്കേറ്റു. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നും പി.ജെ. കുര്യൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജിമോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തു. എന്നെയും അത് തടയാൻ ശ്രമിച്ച എന്നെയും മൃഗീയമായിട്ട് അവർ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്ത്രീ സുരക്ഷാ ബില്ല് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ആരോപണ വിധേയനായി പി.ജെ. കുര്യൻ രാജിവെച്ച് അന്വേഷണം നേരിടുക, പി.ജെ. കുര്യനെതിരെ ഉമ്മൻചാണ്ടി സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുക ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കളെത്തി ബിജിമോളെ നിയമസഭയിലേക്ക് കൊണ്ടുപോയി പ്രതിഷേധമറിയിച്ച ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ സന്ദർശിച്ചു. വരും ദിവസങ്ങളിലും പി.ജെ. കുര്യന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് ഇടതുപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.